ഇങ്ങനെ ഇരിക്കുന്ന ഓർക്കിഡ് ചെടിയെ ഒറ്റ മാസം കൊണ്ട് ഈ പൊടി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. എങ്ങനെയാ നോക്കിയാലോ. ഒരു വർഷം മുന്നേ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ച ഓർക്കിഡ് ചെടിയാണിത്. പ്രത്യേകിച്ച് ആ സമയത്തൊന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ട് ചെടിക്ക് ആ വാങ്ങിച്ച സമയത്തുള്ള പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് പുതിയൊരു വളപ്രയോഗം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. 100% വിജയം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി ആദ്യം തന്നെ വാങ്ങിച്ച സമയത്തുള്ള പോട്ടിൽ നിന്നും വേറൊരു മൺചട്ടിയിലോട്ട് തൈ മാറ്റി നടുകയാണ്. ഓർക്കിഡ് നടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അത് പ്രത്യേകിച്ച് പറയുന്നില്ല. 2 ആഴ്ചയായി കൂട്ടി വെച്ച മുട്ടത്തോടുകളാണ് കേട്ടോ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായി ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു മണം എൻ്റെ അപ്പോൾ ഞാൻ ശ്വസിച്ചതിന് ശേഷം എനിക്ക് നല്ലപോലെ ഛർദി ഇളകിപ്പോയിന്. അത്രയും ഒരു വൃത്തികെട്ട മണമായിരുന്നു. ഞാൻ ഇതിലോട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നന്നായി ഇളക്കിയിട്ട് 3 ഗ്ലാസ് വെള്ളത്തിനൊപ്പം യോജിക്കുക. അതിനുശേഷം വിനാഗിരി ഉണ്ടാവില്ല എല്ലാവരും വീട്ടിൽ, 2 അടപ്പിൽ 2 തവണയായിട്ട് വിനാഗിരിയും എടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനത് നമ്മുടെ ഓർക്കിഡ് ചെടിയുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. തിങ്കളാഴ്ച ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഞാനൊരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിട്ട് ഒഴിച്ചു കൊടുക്കും. 2 ആഴ്ചയ്ക്ക് ശേഷം ഇത്രയും ഗ്രോ ആയിട്ടുണ്ട്, ഇത്രയും മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ചെടിക്ക്. ഇത് 2ാമത്തെ തവണയും ഞാൻ ഒഴിച്ചു. നല്ലപോലെ റൂട്ടൊക്കെ ഇതായി, അത്യാവശ്യം ചെടി നല്ല നീളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം തന്നെ കാണാൻ പറ്റും ചെടിയുടെ മാറ്റം എങ്ങനെയാണെന്ന്. നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇപ്പം 1 മാസം ആയിട്ടുണ്ട്. 1 മാസം എത്തുമ്പോഴത്തേക്കും ചെടിയുടെ നീളം നോക്കിയാട്ടെ. ചെടിയുടെ നീളം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലാവുമല്ലോ. ഇത്രയും എൻ്റെ അത്ര പൊക്കം വെച്ചിട്ടുണ്ട്. അതിലാണെങ്കിൽ നിറയെ പൂവിൻ്റെ മൊട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മൊട്ട്, ഇത് 2ാമത്തെ മൊട്ട്, 3ാമത്തെ മൊട്ട്, ഏറ്റവും അതിൻ്റെ മണ്ടയിലായിട്ട് വേറൊരു മൊട്ട്. ഇത്രയും മൊട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. താഴെ വേറൊരു മൊട്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു 5 മൊട്ടോളം ഈ ചെടിയിൽ വന്നിട്ടുണ്ട്. വെറും 1 മാസം ഞാൻ മുട്ടത്തോട് വളപ്രയോഗം ചെയ്തതുകൊണ്ടുള്ള മാറ്റമാണ് കേട്ടോ ഇത്.